അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു പുതിയ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വന്നിട്ട് ആകെ മഴ പെയ്തിട്ട് വഞ്ചിയിൽ ഫുള്ള് വെള്ളമാണ്. അത് വൃത്തിയാക്കിയിട്ട് നമ്മളെ വഞ്ചിയിൽ നിന്ന് എങ്ങനെ മൈലേജൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പം നമ്മളെ വഞ്ചി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളൊന്ന് കംപ്ലീറ്റ് അത് തേച്ച് മിനുക്കി കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മളൊരു സോളോ ട്രിപ്പ് വഞ്ചിയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവരാണ് നമ്മളെ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ളത്. ഇവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അപ്പോൾ അത് എൻ്റെ ഉപ്പാടെ വഞ്ചിയാണ്. അപ്പോൾ ഫുള്ളായി കാണാം, അടിച്ചു പൊളിക്കാം. നിനക്കെന്താ പറയാനുള്ളത്? ഫുള്ളായി കാണാം, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. പണിയുടെ ആത്മാർത്ഥത കൊണ്ടാണെന്ന് അറിയില്ല, ബനിയൻസ് ഒക്കെ മറിച്ചിട്ടിട്ടാണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. കാരണം പുറം നാശാവണ്ട, അകം നാശാവാൻ വേണ്ടിയിട്ടാവും. അത്രയ്ക്കും വൃത്തിയിലാണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നന്നായി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വഞ്ചി കഴുകിയിട്ട് ഒരക്കാളെ സാധനങ്ങൾ എടുത്തിട്ട് വരാം. അപ്പോൾ അമ്മ ഇതിൻ്റെ പൂഞ്ച എടുത്തിട്ടാണ് ഉറക്കാൻ പോണേ. പിന്നെ ഈ ബ്രഷും ഉണ്ട്, അത് ആവും ഇതിന് ബെറ്റർ. വെള്ളം തെക്കാന് ഇത് നമുക്ക് എടുക്കാം. ആ വഞ്ചിയിൽ ഈ സംഭവം ഇല്ല, അതിനെന്താ പറയാന്നറിയില്ല. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെല്ലാ പ്രൊഡക്റ്റുകളും കയ്യിൽ കിട്ടി. പാള, ചകിരി, ബ്രഷ്, പിന്നെ സോപ്പിട്ട് അധികം കഴുകണില്ല എന്ന് വിചാരിക്കണു, വഞ്ചി നാശാവും. അപ്പോൾ നമ്മളിതാ പുഴയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പുഴയിൽ ഇറങ്ങിയിട്ട് കാണാം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ പടിയില്ലാതെ നേരിട്ടിട്ട് പുഴയിലേക്ക് ഇറങ്ങണത്. നിറയെ മുരിക്കത്തിലായതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഒരുപാട് എനിക്കുണ്ടായിരുന്നു. കുറേ ഇൻട്രൊക്കെ പറഞ്ഞ് വഞ്ചി കഴുകാനാന്നൊക്കെ, പക്ഷെ കാര്യത്തോടെ എടുത്തപ്പോഴാണ് മനസ്സിലായത് വലിയ രസമില്ലാന്ന്. അങ്ങനെ ഞാൻ കയറുകയാണോ ഇറങ്ങാണോ വേണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ബാക്കിൽ അംസൊക്കെ ഉണ്ടായിരുന്നു, അതായത് വീടിൻ്റെ അപ്പുറത്തുള്ള ഒരുക്കുകയാണ്. ആയിക്ക വഞ്ചിയിൽ എന്നോട് ചോദിക്കുകയാണ് എന്തിനാ ഇത്ര റിസ്ക് എടുക്കണമെന്ന്. റിസ്ക് എടുത്താലല്ലേ ഒരു രസമുള്ളൂ. അങ്ങനെ ഞാനതിൽ ഇറങ്ങി. കാല് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞെങ്കിലും ഞാൻ ഇറങ്ങി വഞ്ചിയിൽ കാല് വെച്ചു. പിന്നെ എൻ്റെ ബാക്കിൽ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇറങ്ങിയിട്ടൊക്കെ, കാരണം ചെറിയ മക്കളാണല്ലോ, അവർക്ക് സുഖമായി ഇറങ്ങാം. പിന്നെ വഞ്ചിയിൽ കയറിയപ്പോൾ വഞ്ചി ഫുള്ള് വെള്ളമാണ് കേട്ടോ. പകുതിയല്ല ഫുള്ളായിട്ട് വെള്ളമുണ്ട്. അത് തെക്കലെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം മഴക്കാലമല്ലല്ലോ എന്ന്. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മഴക്കാലത്തായതുകൊണ്ടാണ് ഇത്രയും വെള്ളം വഞ്ചിയിൽ കേട്ടോ. ഇതാ നമ്മൾ അംസൊക്കെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കുക, അംസക്കാനെ വീഡിയോ എടുക്കുക, ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണ്. നല്ലപോലെ പുഴയുടെ രണ്ട് സൈഡും നിറയെ തെങ്ങായതുകൊണ്ട് നാളികേരം ഇഷ്ടം പോലെ കിട്ടുക. വഞ്ചിപ്പണിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നാളികേരം കിട്ടുക. അപ്പോൾ അംസക്കാക്ക് കിട്ടിയപ്പോൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ ഈ ഒരു കാര്യത്തിലായിരുന്നല്ലോ. അപ്പം അംസ കൂലിക്ക് നോക്കി വലിയ കൂലിക്കൊന്നുമില്ല, എന്നാലും നമ്മളെ പറമ്പിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ആൾ പോണ പോക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു സമയം 4 മണി 4:30 ആയിട്ടുണ്ട്. വെള്ളം തീരെ ഇളകാതെ നിൽക്കുകയാണ്, അത് ഒഴുക്കില്ലാത്ത ഈ സമയത്താണ് സാധാരണ മീൻ പിടിക്കാൻ പോവാറുള്ളത്. ഞങ്ങളിതാ ഗംഭീര പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേനും മമ്മൂനെ കാണാനില്ല. മമ്മു എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടാവും. വെറുതെ പയ്യനെ കുറ്റം പറഞ്ഞു. അവൻ പോയത് വെള്ളം തെക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കപ്പ് കാണാതായപ്പോൾ ഒരു കുപ്പി എടുത്ത് പോന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് രണ്ടുപേർക്കും. അത് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിളിച്ചില്ലെങ്കിലാണ് കരച്ചിലും ബഹളമൊക്കെ. എനിക്ക് ഉറക്കാൻ ചകിരില്ലാത്തതുകൊണ്ട് ഞാൻ ചണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. തുടക്കത്തിലുള്ള ആവേശം എനിക്ക് എപ്പോഴും ലാസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ചടച്ചു തുടങ്ങി. ചടപ്പല്ല, വെള്ളത്തിൽ കളിക്കുക എന്നുള്ളൊരു അനുഭൂതിയിൽ ഞാൻ കാലൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഞാൻ കളി സ്റ്റാർട്ട് ചെയ്താൽ ഇവന്മാർ വെറുതെ ഇരിക്കില്ല. പിന്നെ ഞാൻ വീണ്ടും പണിയെടുത്ത് തുടങ്ങി. ഇവിടെ രണ്ടുപേരും അപ്പുറത്തിരുന്നിട്ട് വെള്ളം മുഖത്ത് കൊഴിച്ച് കളിക്കുകയാണ് കേട്ടോ. ഈ വെള്ളത്തിലാണെങ്കിൽ എലിയുടെ കാഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു സുഖമല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഗംഭീര ഒരു കുളി, പുഴയിൽ നിന്ന് തന്നെ കുളിച്ചിട്ട് പോവാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളതും. ക്യാമറ പിടിച്ചിരുന്ന ക്യാമറമാന് ട്യൂബ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വെറുതെ ഇവന്മാരെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരമണിക്കൂറായിട്ടും വണ്ടി എടുത്തേക്കിരുന്നിട്ട് ഇതിന്റെ പകുതി വെള്ളം പോലും ഇപ്പോഴും ആയിട്ടില്ല. അത്രയധികം മഴ പെയ്തിട്ട് ഒരാളിതാ കുപ്പി വെച്ചിട്ട് വെള്ളം പോയി കളയുന്നു. അവസാനം കണ്ടു തുടങ്ങി. കുറച്ച് ചണ്ടി എടുത്തിട്ട് ചണ്ടി വെച്ച് നമുക്ക് ഒരുക്കാം. ഈ വഞ്ചി രണ്ടാമത്തെ മമ്മയുടെ വഞ്ചിയാണ് കേട്ടോ. ഈ വഞ്ചി ആരങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ വന്നതിന് ശേഷമാണ് ഈ വഞ്ചി നടക്കുന്നത്. കണ്ടോ കയറൊക്കെ കണ്ടോ, അത്യാവശ്യം ചെളി പിടിച്ചിട്ടുണ്ട്. ഈ
സെക്ഷൻ കഴിഞ്ഞു, ഈ സെക്ഷൻ കഴിഞ്ഞു. ഇതുകൂടി കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി വൃത്തിയായി. ഇവര് വണ്ടി വൃത്തിയായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ മൈലേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മളെ പങ്കായം ഓൾമോസ്റ്റ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. വഞ്ചി എത്ര മൈലേജ് നോക്കിട്ട് വരാം. മമ്മു മര്യാദക്കിരിക്കേ ജീവൻ കാണാം. അങ്ങനെ ഒരു 4-5 മാസത്തിന് ശേഷമാണ് ഞാൻ വഞ്ചി ഓടിക്കണത് കേട്ടോ. ഐ മീൻസ് വഞ്ചി തുഴയണത്. ഇവർ രണ്ടുപേരെ വെച്ച് പോവാന്ന് പറഞ്ഞാൽ വൻ ടാസ്ക്കാണ്. കാരണം രണ്ടുപേരും ഒരേ ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ അക്രമം ഭയങ്കര കൂടുതലാണ്. ഒരാൾ ഇതാ കണ്ടില്ല വഞ്ചി തുഴയണത് പാള കൊണ്ട്. ഒരാൾ പുഴയിൽ നിന്ന് തന്നെ ചണ്ടി എടുത്തിട്ട് അതുകൊണ്ട് ഡാൻസ് കളിക്കുക. വീഡിയോ എടുക്കണോണ്ട് ഒന്നുകൂടിയും ഡാൻസ് കളി കൂടുന്നുണ്ട്. ഇവരെ ഞാൻ സാധാരണ കൊണ്ടുപോകാറില്ല, പിന്നെ കുറച്ച് ദൂരമായതുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ മേലൊക്കെ അത്യാവശ്യം അഴുക്കായതുകൊണ്ട് ഞാൻ അധികം ദൂരത്തേക്കൊന്നും പോകാൻ നിന്നില്ല. വളക്കണ കാണുമ്പോൾ ചോദിക്കണം, എന്താ ശബന ഇത്ര അടുത്തേക്കാണോ പോകേണ്ടത്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. ഇങ്ങോട്ട് വരാൻ തീരെ സമ്മതിക്കേണ്ടിയിരുന്നില്ല. അപ്പം ഞാൻ എന്ത് പണിച്ചത്, ബാക്കിലേക്ക് എന്നെ എടുത്തിട്ട് ഒരു റൗണ്ടും കൂടി, 2-3 റൗണ്ടും കൂടി ഒന്ന് ചുറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചുറ്റിക്കുക. എന്തായാലും കയറിയല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത്രയും നേരം പണിയെടുത്ത് തന്നതല്ലേ എന്ന് വെച്ചിട്ട് 2-3 ട്രിപ്പും കൂടി അടിച്ചിട്ടാണ് കണ്ടില്ലേ ബാക്കിലേക്ക് തുഴഞ്ഞു തരാണ് അവന്. പിന്നെയും ടാറ്റ പറയണം. പൂവെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ വീണ്ടും ടാറ്റൊക്കെ തന്നിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കണില്ലേ, കട്ട് ചെയ്യരുതല്ലോ, ആ രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവർ ആ രീതിയിലല്ല, നമ്മൾ അത്യാവശ്യം ദൂരം എത്തിയിട്ടാ സൂം ചെയ്തുകൊണ്ടാണ് ഇത്ര അടുത്ത് പോലെ ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. കാരണം വെല്ലിപ്പാടെ വഞ്ചിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും കരയൂട്ടാ. വെല്ലിപ്പ പണിക്കൊക്കെ പോണ സമയത്തായിരിക്കും പ്രാന്ത് പിടിച്ചിട്ടൊക്കെ എന്നാൽ വായു എന്നുള്ള രീതിയിൽ ഒരു റൗണ്ടൊക്കെ കൊണ്ടുപോകും. അതുപോലെ തന്നെയല്ലേ ഇവരെ കൊണ്ടുപോകാൻ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഉള്ളൂ. ആ രീതിയിലാണ്. വലുതായാലും ഇവർക്കൊരു മെമ്മറിയാണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയില്ലോ. അങ്ങനെ വീണ്ടും ടാറ്റ തരാണ്. ഫറക്കാണെങ്കിൽ അക്കരയ്ക്ക് പോകണം, അക്കരയിൽ കുറേ പേരുണ്ട്, അവരെ കാണാൻ പോവാന്നുള്ള രീതിയാണ്. എനിക്കാണെങ്കിൽ ഇവാന് ഉറങ്ങിക്കെടുക്കണോണ്ട് വീട്ടിൽ വേഗം എത്താൻ ചെയ്യണം, കുളി കഴിയണം, അങ്ങനെ 2-3 കാര്യമുള്ളതുകൊണ്ട് ഞാൻ വലിയ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ഈ ഭാഗത്ത് ആകെ വഞ്ചി തുഴയണം ഞാൻ മാത്രമാണ് കേട്ടോ. ലേഡീസിൽ ഒരുപാട് ചേട്ടന്മാരും ഇക്കമാരൊക്കെ വഞ്ചി തുഴയെങ്കിലും പെണ്ണുങ്ങളിൽ ഞാനാണ് വഞ്ചി തുഴയുക. ഞാനാണ് ഈ ഭാഗത്ത് വഞ്ചിയിൽ ആര് കയറണം എന്ന് പറഞ്ഞാലും ഞാനാണ് കൊണ്ടുപോവുക. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആര് വന്നാലും ഞാൻ തന്നെയാണ് കൊണ്ടുപോവുക. ചണ്ടി ഉള്ളതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് തുഴയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ പങ്കായത്തിൻ്റെ അവസ്ഥ കണ്ടല്ലോ, പകുതി പൊട്ടിപ്പോയ പങ്കായാണ്. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാമെന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കോൺഫിഡൻസ് കാരണം ചണ്ടിയിൽ ചെറുതായിട്ട് വഞ്ചി ഒന്ന് കുടുങ്ങി നിന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാലുകൊണ്ട് ഉന്തിയിട്ടാണ് വഞ്ചി അവിടെ നിന്ന് മൂവായത്. കിട്ടണില്ലടാ. നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ ലാൻഡ് ചെയ്തു. ഇനി ഇവിടെ ഇതിലാകെ എലിയുടെ കാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുളിക്കാതെ വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഈ പുഴയിൽ നിന്ന് തന്നെ കുളിച്ചിട്ട് വീണ്ടും റീഫ്രഷ് വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 3 ആൾ ഇവിടെ തന്നെ വീണ്ടും കുളിക്കാൻ പോവാണ്. വേറെ കുറച്ച് നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ ആക്കാം. അപ്പോൾ ഇവിടുന്ന് കേരള വൺ ടാസ്ക്കാണ്. ഞാൻ ആ വഞ്ചിക്ക് ചാടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതുമ്പോൾ കൂടെ കേരള എനിക്ക് റിസ്ക് ആണ്. എങ്ങനെ കടക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വഞ്ചി ഒന്ന് നീക്കി തരുമോ നിങ്ങൾ? ഇവിടെ ആകെ ചണ്ടിയാണ് ഉപയോഗിക്കാനിട്ട്. ഞാൻ വന്നാലാണ് ഇവിടെ ഒരാൾ. അപ്പോൾ ഞാൻ നടന്ന് പോവാണ്. നല്ല ചെളിയുണ്ട്. കണ്ടികളൊക്കെ ഒന്ന് അങ്ങോട്ട് കളയും. നമ്മൾ ഈ ഭാഗം ഒന്ന് നീറ്റാക്കാണ്. ഇവിടെ ആകെ ചണ്ടി വന്നിട്ട്
വഞ്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കാല് ജസ്റ്റ് മുറിഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കയറുമ്പോൾ ഞാനിനി അധികം അങ്ങനെ തന്നെ കയറണ്ട, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ പടിൻ്റെ ഇപ്പുറത്ത്, ഈ വഞ്ചി ആ പടിയുടെ അവിടെ അല്ല, കാരണം 3 വഞ്ചി അവിടെ ഓൾമോസ്റ്റ് ഉള്ളതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ആ പോണ വഴിയൊന്ന് വൃത്തിയാക്കാണ്. അവിടെ 2 പേര് ഭയങ്കര കുരുത്തക്കേടാണ് ചെയ്യണത്, വഞ്ചിയിൽ കയറിയിട്ട് ഇറങ്ങിക്കളിയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവിടെ കട്ട പിടിച്ചിട്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ ആരും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് നിറയെ ചണ്ടിയാണ്. അതൊക്കെ ഞാനൊരു വിധം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത്. ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിരിക്കും, കാരണം ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.